ജാരിയായ സദഖകളിൽ പെടുന്നതാണ് ഇൽമൻ അല്ലമഹു വനശറഹു, ഇൽമ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന് ഉസ്താദുമാര് യൂട്യൂബിൽ കയറി വഴല് പറയുന്നത് കാശിന് വേണ്ടിയാണെന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ. ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നിയ്യത്ത് എന്താണെന്നറിയുമോ? നമ്മൾ ഇന്ന് ഈ ഇൽമുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഇൽമുകൾ നമ്മുടെ മരണശേഷം ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ആ ഖബറിലിരിക്കുമ്പോൾ ഈ പറഞ്ഞു കൊടുത്ത ഇൽമുകള്, ഈ അറിവുകള്, അള്ളാഹുവിന്റെ നൂറാനിയത്തായ ഇൽമുകൾ, അള്ളാഹു നൽകിയ ഈ ചെറിയൊരു ഇൽമുകള് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ലോകത്ത് പ്രചരിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോഴും ഈ ഒരു വീഡിയോയിലൂടെ അത് കാണുമ്പോൾ ഒരു അറിവ് അവന് കിട്ടുകയും അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അവൻ ചെയ്യുമ്പോൾ അവന് കിട്ടും പ്രതിഫലം. അതുപോലെ തന്നെ ഒട്ടും കുറയാതെ തന്നെ ആ ഒരു പ്രതിഫലം എന്റെ ഖബറിലേക്കും കടന്നു വരുമല്ലോ എന്നൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കാശുണ്ടാക്കാൻ അതുപോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. ഇവിടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, ഇതാണ് നമ്മുടെ നിയ്യത്ത്. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന റീൽസ് വീഡിയോക്ക് എന്താ കുഴപ്പമെന്ന്? എടോ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അത് നല്ലതിന് വേണ്ടി, ഖൈറിന് വേണ്ടി, ദീനിന് വേണ്ടി നീ ഉപയോഗിക്കേ. അതിൽ നല്ലത് അത് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അത് നമ്മൾ ചെയ്യുക, നല്ലതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക സോഷ്യൽ മീഡിയകള്. ഇവിടെയാണെങ്കിലോ രാപ്പകലില്ലാതെ ഒരുവൻ കഷ്ടപ്പെടുകയാണ്, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടി. അങ്ങനെ കൂടാതിരിക്കുമ്പോൾ താന് മഹർ കൊടുത്ത പെണ്ണിനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഡാൻസ് കളിപ്പിക്കാനും അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചെന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ കൂടെ എന്താണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇറക്കുകയാണ്. അങ്ങനെ ഇറക്കുമ്പോൾ നീ മരണപ്പെട്ട് കഴിയുമ്പോഴും ആ ഖബറിലേക്ക് ചെന്നെത്തുമ്പോൾ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, നിന്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വൈറലാകുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് എത്ര പേര് തെറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പേരുടെ കണ്ണിലേക്ക് നീ ഹറാമ് കയറ്റിച്ചു. ഇതിനൊക്കെ ആ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ശിക്ഷകള്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ ഹറാമിയത്ത് ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളോട്, അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും ഭയക്കുന്ന, അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുന്നവരോട് പറയുന്നത് ചെയ്യല്ലേ, അത് ആഖിറത്തിന്റെ പരാജയത്തിന്റെ കാരണമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.